ഇന്നത്തെ റെസിപ്പി എന്ന് നിങ്ങൾക്ക് ഓൾറെഡി തമ്മനയിൽ കണ്ടപ്പോൾ പിടിയിട്ടുണ്ടാവും. തേങ്ങാ ബണ്ണാണ് കേട്ടോ. ജലദോഷമൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇൻട്രോയിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ റെസിപ്പി കണ്ടു നോക്ക്, നിങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും. നമുക്ക് ഇനി ഇതിലേക്ക് ആദ്യം ഈസ്റ്റിന്റെ കൂട്ട് റെഡിയാക്കി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. നിങ്ങൾക്ക് സാധാ വലിയ ഉഴുന്നുമണി പോലത്തെ വലിയ ഈസ്റ്റ് വേണമെങ്കിൽ അത് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര, ഒരു ഇളം ചൂടുവെള്ളം, അധികം ആവരുത്, അധികം ഇനി ഈസ്റ്റ് ചത്തു എന്നാണ് പറയാം. അപ്പൊ നമുക്ക് വെള്ളം വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാല്, ഇനി അതിലോട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം കോഴിമുട്ട നല്ല അടിച്ചെടുത്തത് കേട്ടോ. 3 ടേബിൾ സ്പൂൺ മതി, കോഴിമുട്ട മുഴുവൻ ചേർക്കണ്ട. ഇനി ഇതിലോട്ട് നമ്മുടെ നേരത്തെ നമ്മളിത് ഈസ്റ്റ് വീർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല വീർത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അടിയിൽ ഇത്രയും ഇതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ, 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല ഈ ഈസ്റ്റ് മുട്ടയും പാലും നല്ല ഒന്ന് ബുടുബുടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് നല്ല ഇത് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ പരുവത്തിന് ആദ്യം 1 കപ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ട് നല്ല നമ്മുടെ കൈ വെച്ച് കുഴയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. ഒന്നിച്ചിടണ്ട, അപ്പൊ കട്ട പിടിച്ചോണ്ടാവും. ഇനി ബാക്കിയുള്ള മാവ് 1/2 കപ്പ് മാവുണ്ട്, അത് നമുക്ക് തിരിച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോ ബാക്കിയുള്ള 1/2 കപ്പ് മാവ് കൂടി ഞാൻ ചേർത്തു. ഇനി നല്ലോ കട്ടയില്ലാതെ നല്ല ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ ഞാൻ കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഡാൽഡയാണ് കേട്ടോ ചേർക്കണേ. നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ നെയ്യ് ചേർക്കാം, ഡാൽഡ ആണെങ്കിൽ ഡാൽഡ ചേർക്കാം. ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചേർക്കണേ. ഏതാச்சுം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പൊ ടോട്ടൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഡാൽഡ, രണ്ടും മിക്സ് ചെയ്തിട്ട് പകുതി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പൊ നമ്മുടെ മാവ് ഞാൻ കുഴച്ച് നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഇനി ഇത് നമുക്കൊരു നല്ല ചൂടുള്ള സ്ഥലക്കാണെങ്കിൽ 1.5-2 മണിക്കൂർ മതി, അധികമൊന്നും വേണ്ട. 1 മണിക്കൂറൊക്കെ ധാരാളമാണ്. അപ്പത്തേനും ചിലപ്പോൾ 1/2 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ ഈസ്റ്റിന്റെ ക്വാളിറ്റി അനുസരിച്ച് പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരും. ഇനി ഒരു മൂടി വെച്ച് മൂടിയിട്ട് നമുക്ക് എടുത്തു വെക്കാം. മാക്സിമം 2 മണിക്കൂർ, അതിലും കൂടുതലൊന്നും വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നല്ല പൊളിച്ച് പൊന്തി വരും നമ്മുടെ ഈ മാവ്. ഡബിൾ സൈസ് ആവും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പണ്ണിനുള്ള കൂട്ടുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാനൊരു 3/4 കപ്പ് കൈ കൊണ്ട് 2 പിടി എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരി, സാധാ മഞ്ഞ മുന്തിരി ആയാലും കുഴപ്പമില്ല, ഇച്ചിരി ഭംഗി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാരയും തേങ്ങയും മാത്രം മതി കേട്ടോ. ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇടാം. പിന്നെ ഇതേ കുറച്ച് കശുവണ്ടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇടാം. അതിൽ നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാരയും തേങ്ങയാണെങ്കിൽ അത് തന്നെയാണല്ലോ മെയിൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കണത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് ഞാൻ ഇവിടെ 1, 2, 3 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം തിരുമട്ടെ കേട്ടോ. ഒന്ന് ആദ്യം നല്ലോണം തിരുമി യോജിപ്പിക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ഏലക്ക 1 എണ്ണ കേട്ടോ. പിന്നെ അധികം ആവേണ്ട, മണം കുത്തു കൂടും. കുറച്ച് നമ്മൾ ഉണ്ടാക്കണുള്ളൂ, ഒരു തേങ്ങാപ്പണ്ണിനുള്ള അളവല്ലേ. 1 ഏലക്ക മതി. പിന്നെ ഒരു 2 നുള്ളു നല്ല ജീരകം കൂടിയിട്ട് നല്ലോ ചതച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മാവ് ഇവിടെ പുളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് വീർത്തിട്ട്. ഇനി നമുക്ക് വീണ്ടും കൈ കൊണ്ട് ഇങ്ങനെ നാക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു ഉണ്ട പരിവാക്കി എടുക്കണം അതിനെ. നമ്മുടെ മാവ് ഞാനിത് പരത്താനായിട്ട് ഒരു ഇതിന് മീതേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രത്തിന്റെ അടുത്തേക്ക്. ഇനി ഇതിന്റെ മീതെ കുറച്ച് പൊടി തട്ടി കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ആദ്യം ഇതിനെ മുറിക്കണം. അതിനുശേഷം വേണം നമുക്ക് ഇതിനെ പരത്താനായിട്ട്. അതെങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം ഒരു ഇത്തിരി വലുതായിരിക്കണം മാവ്. കാരണം അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ മുകളിൽ കൂടെ കവർ ചെയ്തെടുക്കണ്ടേ. അപ്പൊ അതിനുള്ള പാകത്തിന് വലുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുകൾ വശം പരത്താനുള്ളത് ഇത്തിരി വലിപ്പം കൂട്ടിയിട്ടും അടിവശം ബേസിലായിട്ട് നമ്മൾ വെക്കണത് ഇച്ചിരി കനം കുറഞ്ഞ ഉണ്ടയായിട്ട് എടുക്കാം. നമുക്ക് ഒരു പൊടിപ്പ് വലിപ്പം ഇതിന് കൂടണം. മുകളിലുള്ള വശത്തിന് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചാൽ മതി. ഇനി നമുക്കിത് പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. പൊട്ടാതെ കോലും ഇച്ചിരി പൊടി തട്ടി കൊടുക്കുക. ഇതൊന്ന് റൗണ്ട് ഷേപ്പില് ഒരു 1 ഇഞ്ച് കനം, വല്ലാതെ കനം കുറയണ്ട, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ
ഇതേ കണ്ടോ, ഞാനിത് വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു കനം വേണം കേട്ടോ നമുക്ക്, തീരെ കനം കുറയരുത്. ചപ്പാത്തിയിലും ഇട്ടിട്ട് കനം വേണം നമുക്ക്. ചപ്പാത്തി 2 ചപ്പാത്തിക്ക് പരത്തണ കനം, അതായത് 2 ചപ്പാത്തി കൂട്ടി വെച്ച് എത്ര വരും അത്രയും കനം വേണം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിൽ ട്രേ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു എളുപ്പവഴിയായിട്ട് കാണിച്ചു തരാൻ, കിണ്ണെടുക്കുക, കത്തിയിടുക, അതിന്റെ ഉള്ളിൽ വെക്കരുത്. അപ്പൊ അരിയൊക്കെ ഇങ്ങനെ കേക്ക് പോലെ വരും ചിലപ്പോ. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ട്രേ ആണ് എടുക്കാറ്. ഇപ്പൊ ട്രേ ഇല്ലാത്തവര് ഇതുപോലെ ഒരു കിണ്ണെടുക്കുക, അടിയിൽ ഇത്തിരി നെയ്യോ ബട്ടറോ ഏതാച്ചാൽ പെരട്ടെ. ബട്ടറാണ് ഒന്നുകൂടി നല്ലത്. എന്നിട്ട് ഇതോടെ വയ്ക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മീതയ്ക്ക് നമുക്ക് എടുത്തിടാം. ഇത് അടുത്ത വട്ടം ഞാനത് ബോള് പരത്തിയിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കിണ്ണത്തുമ്പോൾ വെച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ കൂട്ട് വെച്ചു കൊടുക്കുക. നല്ല കട്ടിയിൽ തന്നെ വെച്ചു കൊടുക്കുക കേട്ടോ. മുകളില് നടുക്കിൽ ഇങ്ങനെ കൂമ്പാരം പോലെ വെച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഈ എന്താ പറയാ ഒരു ഉണ്ട ഷേപ്പായിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. ഇനി നമ്മുടെ അടുത്ത മുകളിലേക്ക് ഇടാനായിട്ട് നമ്മൾ ആ വലിയ ഉണ്ട പുറത്ത് പരത്തി വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ മീതെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ സൈഡും ഇതുപോലെ മൂട്ടി കൊടുക്കാം. ഇത് വെച്ചതിന് ശേഷം സൈഡുകൾ ഇങ്ങനെ അമർത്തി കൊടുത്തോളോ, അല്ലെങ്കിൽ ഇത് ബേക്കായിട്ട് വരുന്ന നേരത്ത് വിണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാ സൈഡും ഒന്ന് മൂട്ടി കൊടുക്കുക. ഈ അടിയിലത്തെ ലെയറിന്റെ മീതെ ഇത്തിരി വെള്ളം തേച്ച് കൊടുത്താലേ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത്തിരി ഇട്ട് അധികം വെച്ച് തേക്കരുത്, ഇത്തിരി വെള്ളമാക്കി കൊടുത്താൽ മതി. ഇത് നമുക്കപ്പോൾ ഒട്ടിച്ചെടുക്കാൻ എളുപ്പമാവും. അപ്പൊ ഇനി ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മൂടി വെക്കണം. അതായത് ഒരു 30 മിനിറ്റ് മൂടി വെക്കണം ശരിക്കും. അതായത് അരമണിക്കൂർ മൂടി വെക്കണം. ഇനി അരമണിക്കൂറിന്റെ ഉള്ളിലും ഇത് നല്ലോണം വീർത്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് കൂടി, ഒരു 40 മിനിറ്റ് മൂടി വെക്കുക. അപ്പോഴാണ് നമുക്ക് അത് ശരിയായിട്ട് കിട്ടുള്ളൂ. വീർത്തില്ലെങ്കിൽ നമുക്കത് ബേക്കായി കിട്ടുമ്പോൾ സെറ്റായി കിട്ടില്ല നമുക്ക് അത് ശരിക്കും. അപ്പൊ അത് മൂടി വെക്കാം. നമ്മൾ നേരത്തെ കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്, അതിൽ ബാക്കിയുള്ള ആ കോഴിമുട്ട ഇതിന്റെ മീതെ ഒരു സ്പൂണ് വെച്ചോ എങ്ങനെയെങ്കിലും ഇതിന്റെ മീതെ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പൊ നല്ലോണം നമുക്ക് ഇത് മുരിഞ്ഞു കിട്ടും, നല്ല ഇതായിട്ട് മുകൾ വശമൊക്കെ. അപ്പൊ ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ആയിട്ട് ഇത് കണ്ടോ, അടിയിലൊരു മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ പാത്രം. 10 മിനിറ്റ് ഞാൻ തീ ഈ കണക്കിനാണ് കേട്ടോ, അത്രയും കുറച്ചാണ് വെച്ചേക്കണേ നമ്മൾ തീ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ബണ്ണിന്റെ പാത്രം നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പൊ നമ്മുടെ തേങ്ങാ ബണ്ണ അതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. വെച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ചോളൂ കേട്ടോ, കൈ കൊള്ളും, അതൊക്കെ ശ്രദ്ധിച്ച് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഞാൻ ബേക്കിങ്ങിന് മാത്രമായിട്ട് എടുക്കുന്ന പാത്രമാണ് കേട്ടോ. അപ്പൊ ഇതില് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ 2 സൈഡിലും ക്ലിപ്പ് ഇട്ട് കൊടുക്കണമുണ്ട്. അപ്പൊ അത് ശരിക്കും എയർ അതിനകത്ത് തന്നെ നിന്നോളും. ഇനി ഇതേപോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കേണ്ടത്. തീ തീരെ കുറവിനല്ല, കേക്കിന് ചെയ്യുന്ന പോലെ കുറവിലല്ല. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കണക്കിന് ആദ്യത്തെ 5 മിനിറ്റ് വെക്കണം. അതിനുശേഷം പിന്നീട് നമുക്ക് തീ കുറയ്ക്കാം. ഇപ്പം നമ്മൾ 5 മിനിറ്റ് ഈ ഒരു തീയിലാണ് 5 മിനിറ്റ് വെച്ച് കൊടുത്തത്. ഇനി വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഈ ഒരു കണക്കിന് 40 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിനും അതുപോലെ സ്റ്റവിൻ്റെ ചൂട് എങ്ങനെയാണ് വരിക, ചിലവർക്ക് സെൻറ്ററിൽ നിന്ന് വരുന്നതായിരിക്കും. എനിക്ക് സൈഡിൽ നിന്നാണ് വരുന്നത്. 4 അരി അതിൻ്റെ അരിവശം ഉണ്ടല്ലോ, ചിലവർക്ക് ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെ ഞാൻ തീ ഉണ്ടാവും. അപ്പം അതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ മാക്സിമം ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ തീ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ, ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. കണ്ടോ, അടിപൊളിയായിട്ട് വീർത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനില്ലേ? ഇനി നമുക്കിത് ഇതിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റാം. ചൂടോടെ എടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്രാവശ്യം ഞാൻ ഒരു കാര്യം മറന്നു കേട്ടോ. അതായത് നമ്മൾ കോഴിമുട്ട പുരട്ടിയതിന് ശേഷം മീതെ കുറച്ച് വെളുത്ത എള്ള് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കാൻ വേണ്ടിയില്ലേ, സെന്ററിൽ ഒരു കറുത്ത മുന്തിരിയൊക്കെ വെക്കും, അതൊക്കെ വെക്കാട്ടോ. ഞാൻ മറന്നുപോയി, ആ ധൃതിയിൽ അത് പെട്ടെന്ന് എടുത്തു വെച്ചു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാട്ടോ. ഞാൻ ഇതിന്റെ മുന്നേ ഉണ്ടാക്കിയത് ഇപ്പൊ നമ്മുടെ ഫോട്ടോയിൽ കാണുന്നതിലൊക്കെ ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഫോട്ടോയിലൊക്കെ മുന്നേ ഉണ്ടാക്കിയ ബണ്ണമ്മയൊക്കെ അവന് ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന ധൃതിയിലാണ് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കിക്കോളൂ, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പൊ ഞാൻ അതിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കൂടി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. മീതൊക്കെ തൊടുമ്പോൾ കണ്ടാൽ നല്ല സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്. അപ്പൊ തന്നെ മീത കുറച്ചൊന്ന് ബട്ടറോ എന്തെങ്കിലും പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ഞാൻ ഇതിന്റെ മീത ബട്ടർ പുരട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പുരട്ടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും മുകൾ വശം. ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പൊ ചൂടാറിയിട്ടുണ്ട് കണ്ടോ. ഇതിവിടെ അടിയിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റാണ്. നമ്മൾ ആ വെച്ച ട്രേയുടെ മുകൾ വശം അടിവശം കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ഇനി നല്ല തണുക്കണം. തണുത്ത് കഴിയുമ്പോഴാണ് ഇത് കണ്ടോ ഇപ്പൊ തന്നെ സോഫ്റ്റ് ആയിട്ട് മുകൾ വശത്തെ ആ മുരിമുരിപ്പൊക്കെ ഇതായി വരും. ചൂടാവുന്നതനുസരിച്ച് ആ മുരിമുരിപ്പ് മാറിയിട്ട് നമ്മുടെ ബണ്ണ് പോലെ തന്നെ ആയി വരും. കണ്ടോ നല്ല സോഫ്റ്റ് ആയി തുടങ്ങി. കുറച്ചുകൂടി കൂടി കഴിയണം. ഇപ്പോഴും ചൂടുണ്ട്. ഇതിന്റെ മീതെ ഒരു നല്ല തുണി എന്തെങ്കിലും ഇട്ട് വെക്കുക. അപ്പൊ തുണി ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആവില്ല മുകൾ വശം. കാറ്റടിക്കാതെ ഒരു തുണി ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും
നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തണുത്ത് നല്ല മുകൾ വശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കിയതിന് ശേഷം ഇത്തിരി ബട്ടർ മീത് പുരട്ടിയിട്ട് മൂടി വെക്കുക. ഒരു തുണി കൊണ്ട് മൂടിയിട്ട് കൊടുക്കുക. അപ്പോഴാണ് ഇത് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.